കല്യാണ കച്ചേരി. ഞാനോ? പിന്നെ നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരെങ്കിലും വീട്ടിലുണ്ടോ? ഭൂമി അവനെ നോക്കി കണ്ണ് കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അതിനെന്താ, ഞാൻ ക്ലീൻ ചെയ്യാലോ. പെട്ടെന്നവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് കിച്ചൺ ക്ലോത്ത് കയ്യിലേക്കെടുത്തു. അവളുടെ അപ്പോഴത്തെ ഭാവം വെച്ച് അവന് തോന്നിയിരുന്നു ഭൂമി ഭദ്ര ഇപ്പോൾ ശരിക്കും ഭദ്രകാളിയാകുന്ന. ക്ലോത്തും കയ്യിലെടുത്ത് അവൻ താങ്ങിത്തൂങ്ങി നിൽക്കുന്നത് കണ്ട് ഭൂമി വീണ്ടും തുടർന്നു. വേഗം ആവട്ടെ, അത് ക്ലീൻ ചെയ്തിട്ട് വേണം കാവിൽ പോയി വിളക്ക് വയ്ക്കാൻ. ദാ കഴിഞ്ഞു, നോക്ക് എങ്ങനെയുണ്ടെന്ന്. അവിടെയെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ട് അവൻ ഭൂമിയോട് പറഞ്ഞു. സൂപ്പർ, ഗുഡ് ബോയ്. അവൾ അവൻ്റെ തോളിൽ തട്ടി. പോയി റെഡിയാവ്, വിളക്ക് വയ്ക്കാൻ ടൈമായി. അവൻ ധൃതി വെച്ച്. പിന്നീട് രണ്ടാളും കൂടി നേരെ കാവിലേക്കും പോയി. വിളക്കം വെച്ച് തിരികെ വീട്ടിലേക്ക് നടക്കുകയാണ് ഭൂമിയും കാർത്തിക്കും. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ ആകാശത്തേക്ക് പോകുന്നത് ഭൂമി കാണുന്നുണ്ട്. എന്താണ് ഈ കൂടെ കൂടി ആകാശത്തേക്ക് നോക്കുന്നത്? അല്ല, മഴ വല്ലതും വരുന്നുണ്ടോയെന്നറിയാൻ. മുൻപ് എപ്പോഴും അവർ കാവിൽ പോകുമ്പോൾ മഴ പെയ്യാറുണ്ടല്ലോ. ആ ഓർമ്മയിൽ കാർത്തി പറഞ്ഞു. ഛേ, അവൾ അവനെ കൈകൊണ്ട് തല്ലി. കാർത്തി മുന്നേ ഓടി. അവനെ പിടിക്കാൻ പിന്നാലെ ഭൂമിയും. രാത്രിയിൽ നാളത്തേക്കുള്ള ഹോംവർക്ക് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭൂമി. ഇടയിൽ തന്നെ വരാനിരിക്കുന്ന സെമിസ്റ്റർ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും നടക്കുന്നുണ്ട്. അപ്പോഴാണ് കാർത്തിക്കിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അത് മറ്റാരും ആയിരുന്നില്ല, അവൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന സിദ്ധാർത്ഥായിരുന്നു. റൂമിലിരുന്ന് എന്തോ ഉറക്കെ വായിച്ചു പഠിക്കുകയാണ് ഭൂമി. അതുകൊണ്ട് തന്നെ കാർത്തി ഫോണുമെടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. ആ കാർത്തി, ഇപ്പോൾ കിട്ടിയൊരു ന്യൂസാണ്. നാളെ കോളേജിൽ എന്തോ സ്ട്രൈക്കോ മറ്റോ ആണെന്ന്. നാളെ ചിലപ്പോൾ ക്ലാസ്സുകളൊന്നും കാണാൻ ചാൻസ് ഇല്ല. ആണോ? കോളേജിൻ്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് ഇതിനെക്കുറിച്ചൊന്നും വന്നിട്ടില്ലല്ലോ. ചിലപ്പോൾ ഇനിയാകും വരാനിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് അറിഞ്ഞപ്പോൾ സാറിനെ ഒന്ന് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. ആണോ? ഓക്കെ സിദ്ധാർത്ഥ്. ഫോൺ കോൾ അവസാനിപ്പിച്ചുകൊണ്ട് കാർത്തി ഭൂമിയുടെ അടുത്തേക്ക് വന്നു. ചിലപ്പോൾ നാളെ ക്ലാസ് കാണില്ലായിരിക്കും. അവൾക്കടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് കാർത്തി അത് പറഞ്ഞതും ഭൂമി സന്തോഷത്തോടെ അവനെ നോക്കി. ശരിക്കും? അയ്യടാ, പെണ്ണിൻ്റെ സന്തോഷം കണ്ടില്ലേ, ക്ലാസ് ഇല്ലെന്നറിഞ്ഞപ്പോൾ. പറഞ്ഞുകൊണ്ട് കാർത്തി കളിയായി അവളുടെ ചെവിയിൽ പിടിച്ചു. ആ വിട് സാർ, ചെവി വേദനിക്കുന്നു. വേദനിക്കട്ടെ, പഠിക്കുന്ന കുട്ടികൾ ക്ലാസ്സില്ലെന്നറിയുമ്പോൾ ഇങ്ങനെ സന്തോഷിക്കാൻ പാടില്ലല്ലോ. അതിനു മറുപടിയായി ഭൂമി അവനെ നോക്കി ഒരവിഞ്ഞ ചിരിച്ചിരിച്ച് കാണിച്ചു. അതിന് ഞാനത്ര നല്ല പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല ഭദ്രേ. കനത്തിലുള്ള കാർത്തിയുടെ വിളി കാതിൽ പതിഞ്ഞതും അബദ്ധം പിടിഞ്ഞതുപോലെ അവൾ നാവ് കടിച്ചു. എന്തായാലും നാളെ അവധിയല്ലേ, നാളെ നമുക്കൊന്ന് കുടുംബക്ഷേത്രത്തിൽ പോയാലോ? വിവാഹം കഴിഞ്ഞ ശേഷം ഞാൻ പിന്നീട് ആ വഴിക്ക് പോയിട്ടില്ല. കാർത്തി ഭൂമിയോട് അഭിപ്രായം അറിയാനായി അവളെ നോക്കി ചോദിച്ചു. നാളെ രാവിലെ നമുക്ക് ക്ഷേത്രത്തിൽ പോകാം. പോയിട്ട് വരുമ്പഴി ദേവ് സാറിൻ്റെ വീട്ടിൽ കയറി സാറിൻ്റെ അമ്മയെ കൂടി കണ്ടാലോ? എന്തായാലും നാളെ അവധിയാണെങ്കിൽ സാറും കോളേജിലേക്ക് പോവില്ല. അതൊരു നല്ല ഐഡിയ ആണല്ലോ. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടാണ് ആ രാത്രി അവർ ഉറങ്ങാൻ കിടന്നത്. പിറ്റേന്ന് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതുകൊണ്ട് തന്നെ കാർത്തികിൻ്റെ ഭാഗത്തു നിന്നും വലിയ കുസൃതികളൊന്നും ഉണ്ടായില്ല. അത് രാവിലെ 6 മണിക്ക് തന്നെ കാർത്തി ഭൂമിയെ വിളിച്ചുണർത്തി. അന്ന് രാത്രി കാർത്തി ഉറങ്ങിയിട്ടും ഭൂമിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തിരിഞ്ഞും മറിഞ്ഞും കുറേ നേരം കിടന്ന ശേഷം പുലർച്ചെയാണ് അവളൊന്ന് ഉറക്കവും പിടിച്ചത്. സാർ എന്തിനാ ഇത്ര രാവിലെ വിളിച്ചുണർത്തുന്നേ? ഉറക്കച്ചെറവോടെ ഭൂമി ചോദിച്ചു. അത് കൊള്ളാം, നല്ല ആളാ. ഇന്നലെ പറഞ്ഞതെല്ലാം മറന്നുപോയോ? ക്ഷേത്രത്തിൽ പോകണമെന്ന് നമ്മൾ രണ്ടുപേരും ചേർന്നല്ലേ പ്ലാൻ ചെയ്തത്? ശോ, ഞാനതങ്ങ് മറന്നു. സമയം ഒരുപാടായോ? ഭൂമി ഒരു വെപ്രാളത്തോടെയാണ് എഴുന്നേറ്റത്. അധിക സമയമൊന്നും ആയിട്ടില്ല, മണി 6 ആവാൻ പോകുന്നതേ ഉള്ളൂ. പെട്ടെന്ന് കാർത്തിയുടെ നാവിൽ നിന്നത് കേട്ടതും ഭൂമി അല്പം ദേഷ്യത്തോടെ അവനെ നോക്കി. ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് സാറിന് കിടന്ന് ഉറങ്ങിക്കൂടെ? അമർഷത്തോടെ അതും പറഞ്ഞുകൊണ്ട് അവൾ കുളിച്ചു മാറാനുള്ള വസ്ത്രവും എടുത്ത് നേരെ ബാത്റൂമിലേക്ക് കയറി. ഭൂമി ഇറങ്ങി വരുമ്പോൾ അമ്പലത്തിൽ പോകാനുള്ള ഷർട്ടും മുണ്ടും ഉടുത്ത് കോളേജ് ഗ്രൂപ്പിൽ വന്ന ഏതോ മെസ്സേജ് നോക്കി റൂമിലിരിക്കുകയാണ് കാർത്തി. ഭൂമി അലമാരിയിൽ നിന്നൊരു ധാവണി കയ്യിലേക്ക് എടുത്തതും അവൻ അവൾക്കടുത്തേക്ക് വന്നു. ഇന്ന് സാരി ഉടുക്കാമോ? പറ്റില്ല, എനിക്ക് സാരി ഉടുക്കാനൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ അന്ന് പൂജയ്ക്ക് സാരി ഉടുത്തത്? ഓ, സാർ അതൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ? പെട്ടെന്ന് ഭൂമി അത് ചോദിച്ചതും കാർത്തിക് ഒന്ന് പതറി. ഞാനത് വലിയ കാര്യമായിട്ട് ഓർക്കുന്നില്ല.
പിന്നെ ചെറിയൊരു മിന്നായം പോലെ. അവൻ കണ്ണു ചുരുക്കി കൈകൊണ്ട് ആംഗ്യം കാണിച്ചു പറയുന്നത് കേൾക്കെ ഭൂമി കൈയുയർത്തി അവനെ ചെറുതായി ഒന്ന് തള്ളും പോലെ കാണിച്ചു. ആണോ? എങ്കിൽ വേണ്ട. ഞാൻ കരുതി അന്ന് സാരി ഉടുത്തത് ഇഷ്ടപ്പെട്ടിട്ട് സാറ് പറഞ്ഞതാവൂന്ന്. ഞാനൊരു സത്യം പറയട്ടെ, അന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു. പെട്ടെന്ന് കാർത്തിയുടെ വായിൽ നിന്നത് കേട്ടതും ഭൂമിക്ക് പറഞ്ഞറിയിക്കാനാകാത്ത വിധം ഒരു സന്തോഷം തോന്നി. ശരിക്കും? അവൾ അവൻ്റെ വായിൽ നിന്നും വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടി ചോദിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ഭൂമി പറഞ്ഞു. എന്താ? അറിയാനുള്ള ആകാംക്ഷയിൽ കാർത്തി അവളെ നോക്കി. എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല. അവൾ കണ്ണു ചിമ്മി ഒരു ചമ്മിയെ ചിരിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അന്നുടുത്തതോ? കാവിലെ പൂജയ്ക്ക് അവൾ സാരി ഉടുത്ത രംഗം ഓർമ്മയിൽ വന്നതും അവൻ ചോദിച്ചു. അതന്ന് അമ്മ ഉടുപ്പിച്ചതെന്നതല്ലേ? ഭൂമി നിഷ്കളങ്കതയോടെ പറഞ്ഞു. അതിനെന്താ? സാരി പെട്ടെന്ന് ഉടുക്കാനായി യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇല്ലേ? അത് നോക്കി അങ്ങ് ഉടുത്താൽ മതി. കാർത്തി അതീവ താല്പര്യത്തോടെ പറഞ്ഞു. നിമിനേരം കൊണ്ട് അവൻ അവൾക്കായി ഒരു വീഡിയോ ഫോണിലെടുത്ത് അവളുടെ നേരെ നീട്ടി. പോയി ഉടുത്തിട്ട് വാ. ഭൂമിയാണെങ്കിൽ ഇത് ശരിയാകുമോ എന്നൊരു ഭാവത്തിൽ കാർത്തികിനെ നോക്കി. പ്ലീസ്, എൻ്റെ ഭദ്രയല്ലേ. അത്രയും ആർദ്രമായി അവനത് പറയുമ്പോൾ നിരസിക്കാൻ അവൾക്ക് തോന്നിയില്ല എന്നതാണ് സത്യം. എങ്കിലൊരു കാര്യം ചെയ്യുക, സാറ് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക. അതിന് ഞാനെന്തിനാ പുറത്തേക്ക് ഇറങ്ങുന്നത്? ഞാനിവിടെ ഈ സൈഡിൽ എവിടെയെല്ലാം നിന്നോളാം. തനിക്കൊരു സഹായമാകുമല്ലോ. അയ്യോ വേണ്ടായേ. ഭൂമി അവന് നേരെ കൈ തൊഴുതുകൊണ്ട് പറഞ്ഞു. സാറിവിടെ നിന്നാൽ? ഞാൻ നിന്നാൽ എന്താ കുഴപ്പം? മുഖത്ത് പരമാവധി വിനയം വാരി വിതറിക്കൊണ്ട് കാർത്തി ചോദിച്ചു. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ഭൂമി പറഞ്ഞു. വേണ്ട, അത് ശരിയാവില്ല. അവൾ അവനെ ഉന്തിത്തള്ളി പുറത്താക്കിക്കൊണ്ട് ഡോറടിച്ചു. എന്തേലും സഹായം വേണമെങ്കിൽ വിളിക്കണേ. പുറത്തുനിന്നും വാതിലിൽ തട്ടിയുള്ള കാർത്തിക്കിൻ്റെ ആ പറച്ചിലിൽ അകത്തുനിന്ന ഭൂമിക്ക് ചിരിപൊട്ടി. കാർത്തിയുടെ ഫോണിൽ ആ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് ഭൂമി സാരി ഉടുക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ വളരെ എളുപ്പമായി തോന്നിയെങ്കിലും പോകെ പോകെ എത്ര തവണ ഞൊറിയെടുത്തിട്ടും ശരിയാകാതെ ഭൂമിയുടെ ക്ഷമ നശിച്ചു. ഭൂമി റെഡിയായി കഴിഞ്ഞോ? സമയം പോന്നു. പുറത്തുനിന്ന് കാർത്തിയത് പറഞ്ഞതോടെ ഭൂമിയുടെ സകല ക്ഷമയും നശിച്ചു. അവൾ നേരെ പോയി വാതിൽ തുറന്നു. മുൻപിൽ നിൽക്കുന്നവളെ കണ്ട മാത്രയിൽ കാർത്തിക്ക് ചിരി വന്നു. സാരിയുടെ തുമ്പിൻ്റെ ഭാഗം കഴുത്തിലൂടെ ചുറ്റിവരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞൊറിയുടെ ഭാഗമെല്ലാം 2 കൈകൊണ്ടും കൂട്ടിപ്പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. ഇതുവരെ ഉടുത്ത് തീർന്നില്ലേ? ഞാനിത് തിന്നുമല്ല. ഏതോ സിനിമയിലെ ഡയലോഗ് അനുസ്മരിപ്പിക്കും വിധം ഭൂമി അവനെ നോക്കി പറഞ്ഞു. ഇനിയിപ്പോൾ എന്തു ചെയ്യും? കാർത്തി അത് ചോദിച്ചതും ഭൂമി അല്പം ദേഷ്യത്തിൽ അവനെ നോക്കി. അത് എന്നോടാണോ ചോദിക്കുന്നത്? സാറിനല്ലേ എന്നെ സാരി കാണാൻ ആഗ്രഹം? എങ്കിൽ സാറ് തന്നെ ഉടുപ്പിച്ച് തരേണ്ടി വരും. നെഞ്ചിലേക്ക് കൂട്ടിപ്പിടിച്ചു വെച്ചിരുന്ന സാരിയുടെ ഭാഗം പൂർണ്ണമായും താഴേക്ക് അഴിച്ചിട്ടുകൊണ്ട് അവൾ കാർത്തിയെ നോക്കിയതും മിഴിഞ്ഞു പോയിരുന്നു അവൻ്റെ കണ്ണുകൾ. ഭൂമിയാണെങ്കിൽ പെട്ടെന്ന് തോന്നിയൊരു ഉൾപ്രേരണയുടെ പുറത്ത് ചെയ്തു പോയതാണത്. വല്ലാത്തൊരു വശ്യതയോടെ കാർത്തി ഭൂമിക്കരികിലേക്ക് നടന്നെടുത്തു. അവളാണെങ്കിൽ നിന്നിടത്ത് നിന്നൊന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. സാർ, ഞാൻ തന്നെത്താൻ ഉടുത്തോളാം, സാറ് പോയിക്കോ. പെട്ടെന്ന് അവൾ പറഞ്ഞു. വേണ്ട, ഞാൻ ഉടുപ്പിച്ചു തരാം. കാർത്തി അത് പറയുമ്പോൾ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നൊരു നിശ്ചയം അവൾക്കില്ലായിരുന്നു. അവൾ താഴേക്കിട്ട സാരി അതിൻ്റെ ഞൊറിയുടെ ഭാഗം മുഴുവനായും എടുത്ത് ഞൊറിവെടുക്കുകയാണ് കാർത്തി. ആഹാ, വാദ്യാർക്ക് ഇതും വശമുണ്ടോ? ഒട്ടൊരു കൗതുകത്തോടെ അവനെ നോക്കി അത് ചോദിച്ച ശേഷം അവൻ്റെ മുഖം കണ്ടപ്പോഴാണ് അതിലെ ദ്വയാർത്ഥം അവൾക്ക് പിടികിട്ടിയത്. അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. അവളെ ശ്രദ്ധിക്കാതെ ഭംഗിയായി ഞൊറിവെടുക്കുകയാണ് കാർത്തി. ഇവിടെ പിടിക്ക്. അതിൻ്റെ ഒരൊറ്റം ഭൂമിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ താഴേക്ക് മുട്ടുകുത്തിയിരുന്നു ബാക്കി ഭാഗം കൂടി ശരിയാക്കിയെടുത്തു. ആഹാ, നല്ല ഭംഗിയുണ്ടല്ലോ, ഭൂമി അവൻ ചെയ്യുന്നത് നോക്കി പറഞ്ഞു. അപ്പോഴാണ് താഴെ ഇരുന്ന് ഞൊറിവ് പിടിച്ചവൻ്റെ മുഖം അവൾക്ക് നേരെ നീണ്ടത്. പാതി വഴിയിൽ വെച്ചെപ്പോഴോ അവൻ്റെ കണ്ണുകൾ ഒരു കുഞ്ഞി ചുഴിയിലുടക്കി. അറിയാതെ ഉമിനീർ ഇറക്കിപ്പോയി കാർത്തി. ഇനി കയ്യിലിരിക്കുന്ന ഭാഗം ഉള്ളിലേക്ക് ഇറക്കി വെക്ക്, കാർത്തി ഭൂമിയോട് പറഞ്ഞു. ഇങ്ങനെയോ? അവൾക്ക് സംശയം.
അതുടയ്ക്കല്ലേ ഭൂമി, എത്ര കഷ്ടപ്പെട്ടെടുത്തതാ. ഇങ്ങിതാ. പറച്ചിലും അവളുടെ കയ്യിൽ നിന്ന് ആ ഭാഗം പിടിച്ചു വാങ്ങിയതുമെല്ലാം ഒന്നിച്ചായിരുന്നു അവൻ. അടുക്കി പിടിച്ചു ഞൊറി ഭൂമിയുടെ അരക്കെട്ടിലേക്ക് ചേർത്ത് പിടിച്ച് കാർത്തി. രണ്ടു വിരൽ കൊണ്ട് അവളുടെ പാവാടയ്ക്കും വയറിനുമിടയിൽ ചെറിയൊരു വിടവുണ്ടാക്കിയപ്പോൾ അറിയാതെ കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി അവൾ. സാരിഞ്ഞുറി അവിടേക്ക് ചേർത്ത് വെച്ചവൻ താഴേക്ക് കുത്തിയിറക്കിയപ്പോൾ അവളിൽ നിന്നൊരേങ്ങൽ പുറത്തേക്ക് വന്നു. അവൻ്റെ കൈകൾ വെണ്ണ പോലെയുള്ള അവളുടെ വയറിൽ അമർന്നു. കണ്ണുകൾ ഇറുക്കിയടിച്ച് ചുണ്ട് രണ്ട് ഉള്ളിലേക്ക് കടിച്ചു പിടിച്ച് വല്ലാത്തൊരു ഭാവത്തിൽ നിൽക്കുന്നവളെ കാണുക അവനിലും എന്തൊക്കെയോ മാറ്റങ്ങൾ. അല്പനേരത്തിന് ശേഷം കാർത്തിയുടെ ഉമിനീരിൻ്റെ ചൂട് വയറിൽ പതിഞ്ഞപ്പോഴാണ് ഭൂമി കണ്ണുകൾ വലിച്ചു തുറന്നത്. അവനെ അടർത്തി മാറ്റാൻ ശ്രമിക്കും തോറും അവൻ്റെ മുഖവും കുറ്റത്താടിയും അവിടേക്ക് കൂടുതൽ അമർന്നു. അവളിൽ നിന്ന് ഏങ്ങലും മൂളലും ഉയർന്നു കേട്ടു. ഭൂമിയുടെ കൈകൾ കാർത്തിയുടെ മുടിയിൽ കോർത്തു വലിച്ചു. അവൻ്റെ പല്ലും നാവും ചുണ്ടുകളും അവിടെ കുസൃതി കാണിച്ച് തെന്നി മാറി. ഇടയ്ക്കെപ്പോഴോ അവൻ മുഖം അമർത്തി മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഭൂമിയുടെ കൈകൾ അവൻ്റെ മുഖം ബലമായി അവിടേക്ക് ചേർത്ത് വെച്ചു. കാർത്തിക്കിൻ്റെ ചുണ്ടിൽ ഒരിളം പുഞ്ചിരി തെന്നി മാറി. അല്പനേരത്തിന് ശേഷം എപ്പോഴോ ആണ് ഇരുവരും പരസ്പരം അടർന്നു മാറിയത്. അല്പം മുൻപ് നടന്ന പ്രവൃത്തിയുടെ ബാക്കി എന്നതുപോലെ ഇരുവർക്കും പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ കഴിയുന്നതുമില്ലായിരുന്നു. ഭൂമി അവന് മുഖം കൊടുക്കാതെ തന്നെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഭദ്രേ. കാർത്തിയുടെ ആ വിളിയിൽ തിരിഞ്ഞു നോക്കാതെ അവൾ നിന്നിടത്ത് തന്നെ നിന്നു. അരുണാഭമായി പോയിരുന്നു അവളുടെ കവളുകൾ. കാർത്തി അവളെ ബലമായി തനിക്ക് അഭിമുഖമായി നിർത്തി. അവനെ നോക്കാനാവാതെ അവൾ മിഴികൾ താഴ്ത്തി. ചൂണ്ടുവിരൽ തുമ്പിനാൽ കാർത്തി അവളുടെ മുഖമുയർത്തി. നിമി നേരത്തിനുള്ളിൽ അവൻ്റെ വിരൽത്തുമ്പിൽ നിന്നൊരു തുള്ളി സിന്ദൂരം അവളുടെ സീമന്ത രേഖയിലേക്ക് പതിഞ്ഞു. ഭൂമി കണ്ണുകൾ ഇറുക്കിയടച്ച് നിന്നുപോയി ആ നിമിഷം. അതെ, ഇങ്ങനെ നിന്നാ മതിയോ? ക്ഷേത്രത്തിൽ പോവണ്ടേ? പെട്ടെന്ന് കാർത്തി അത് ചോദിച്ചപ്പോഴാണ് ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം പോലും അവൾക്ക് ഓർമ്മ വന്നത്. അത്രയും നേരം മറ്റേതോ മായാലോകത്തായിരുന്നു അവൾ. കാർത്തിക്കിനൊപ്പം കാറിലിരിക്കുമ്പോഴും അവനെ മുഖമുയർത്തി നോക്കാൻ അവൾക്കൊരുതരം ചമ്മലായിരുന്നു. അവനാണെങ്കിൽ അവളുടെ ആ ഭാവങ്ങളെല്ലാം വല്ലാണ്ട് ആസ്വദിക്കുന്ന തിരക്കിലുമാണ്. ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ അവരുടെ കാർ നിർത്തി. നിമി നേരത്തിനുള്ളിൽ കാർത്തിക്കിൻ്റെ കൈകൾ ഭൂമിയുടെ പൊതിഞ്ഞു. പരസ്പരം കൈകൾ കോർത്തുകൊണ്ട് ഇരുവരും ക്ഷേത്രമുറ്റത്തേക്ക് കടക്കുമ്പോഴാണ് റോഡ് സൈഡിലിരുന്ന് പൂ വിൽക്കുന്ന ഒരു പ്രായമായ സ്ത്രീയെ കാർത്തി കാണുന്നത്. മുല്ലപ്പൂ വാങ്ങി തരട്ടെ? തലവെക്കാൻ ഇഷ്ടമാണോ? കാർത്തിക്കിൻ്റെ ആ ചോദ്യത്തിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ തലകുലുക്കി അവൾ. കാർത്തി തന്നെയാണ് റോഡ് ക്രോസ് ചെയ്തു പോയി അവൾക്കായി പൂവ് വാങ്ങി വന്നത്. പൂവിനായി കൈനീട്ടിയവളെ തിരിച്ചു നിർത്തിയവൻ ആ പൂക്കൾ അവളുടെ തലയിലേക്ക് ചൂടിക്കൊടുത്തു. ഭൂമിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത വിധം സന്തോഷം. മുൻപ് എപ്പോഴോ സ്വപ്നത്തിൽ കണ്ട നിമിഷങ്ങൾ യാഥാർത്ഥ്യമാകുന്നതുപോലൊരു തോന്നലായിരുന്നു അവളിൽ നിറഞ്ഞു നിന്നത്. നിറഞ്ഞ കണ്ണുകളോടെ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അവളുടെ മനസ്സിൽ ഒരേയൊരു പ്രാർത്ഥന, ഒരിക്കലും തങ്ങളെ തമ്മിൽ പിരിക്കരുതേ എന്ന്. കാരണം അത്രമേൽ അവളുടെ പ്രാണനോളം അവൾ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്ന കാർത്തിയെ. ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിറങ്ങുമ്പോൾ വിശപ്പ് അവരിരുവരെയും വലയം ചെയ്തിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ട്, തനിക്ക് വിശക്കുന്നുണ്ടോ? കാർത്തിയുടെ ആ ചോദ്യത്തിൽ ഉണ്ടെന്ന അർത്ഥത്തിൽ അവൾ തലകുലുക്കി. എങ്കിൽ നമുക്ക് ആ കാണുന്ന വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാം. അവിടെ നല്ല ഫുഡാണ്, നല്ല മൊരിഞ്ഞ മസാല ദോശയൊക്കെ കിട്ടും. അത്യധികം ആവശ്യത്തോടെ പറയുന്ന കാർത്തിക്കിനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു പോയി ഭൂമി. കാർത്തി പറഞ്ഞതുപോലെ തന്നെ വളരെ സ്വാദുള്ള ഭക്ഷണമായിരുന്നു അവിടുത്തേത്. ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം അരമണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു ദേവൻ്റെ വീട്ടിലേക്ക്. ദേവൻ്റെ വീട്ടുമുറ്റത്ത് കാർ പാർക്ക് ചെയ്ത് കോളിംഗ് ബെല്ലിൽ വിരലമർത്തി ഡോർ തുറക്കാനായി ഭൂമിയും കാർത്തിയും കാത്തു നിന്നു. ദേവ് വന്ന് ഡോർ തുറക്കുമ്പോൾ അപ്രതീക്ഷിതമായി കാർത്തിയും ഭൂമിയും അവിടെ കണ്ടതോടെ അവൻ്റെ മുഖത്ത് പ്രകടമായത് അത്ഭുതമായിരുന്നു. രണ്ടാളും അകത്തേക്ക് കയറി വാ. ദേവ് അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അത്യാവശ്യം വലിപ്പമുള്ള ഒരു 2 നില വീടായിരുന്നു ദേവിൻ്റേത്. അവൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യവും അവരുടെ പ്രൗഢിയും എടുത്തു കാണുന്ന തരത്തിൽ തന്നെയുള്ള ഒരു വലിയ വീട്. ഇരിക്ക്, രണ്ടുപേരും ഇരിക്ക്. സോഫയിലേക്ക് ചൂട്ടിക്കൊണ്ട് ദേവ് പറഞ്ഞു. ചായയാണോ കോഫിയാണോ?
അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ട്. അയ്യോ വേണ്ടത്, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. നിങ്ങൾ ശരിക്കും ഇങ്ങോട്ടേക്ക് തന്നെ ഇറങ്ങിയതാണോ? ദേവ് അവർ ഇരുവരോടുമായി ഒരു ചെറിയ പുഞ്ചിരിയോടെ ചോദിച്ചു. ഞങ്ങൾ ആക്ച്വലി ഇവിടേക്ക് വരണമെന്ന് കരുതിയതാ. അപ്പോഴാണ് രാവിലെ കോളേജ് സ്ട്രൈക്കാണെന്ന് അറിയുന്നത്. പിന്നെ വിചാരിച്ചു കുടുംബക്ഷേത്രത്തിലൊന്ന് പോയി തൊഴുത് തിരികെ പോകും വഴി ഇവിടെ കയറി അമ്മയൊന്ന് കാണാമല്ലോ എന്ന്. അമ്മ എവിടെ? അകത്ത് കിടക്കുവാണോ? ഭൂമിയായിരുന്നു അത് ചോദിച്ചത്. അമ്മ റൂമിലുണ്ട്. കൈക്ക് ചെറിയൊരു ഫ്രാക്ചർ മാത്രമേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അകത്തേക്ക് ഇപ്പോൾ കയറിയതേ ഉള്ളൂ. കിടക്കുമായിരിക്കുമെന്നൊക്കെ ദേവ് പറഞ്ഞു. ഞാൻ വിളിക്കാം. വേണ്ട സാർ, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി കണ്ടോളാം. അമ്മ കിടക്കട്ടെ. ദേവിനോട് അതും പറഞ്ഞ് ഭൂമിയും കാർത്തിയും അവൻ്റെ ഒപ്പം അമ്മ കിടക്കുന്ന റൂമിലേക്ക് കയറിപ്പോയി. കട്ടിലിൽ കണ്ണു തുറന്ന് കിടക്കുകയാണ് ദേവിൻ്റെ അമ്മ. ഭൂമിയും കാർത്തിയും വരുന്നത് കണ്ടതും അവർ പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. സുമംഗലിയായി ഭൂമിയെ കണ്ടപ്പോൾ അതും കാർത്തിയോടൊപ്പം ഏറെ സന്തോഷം തോന്നിയതിൻ്റെ കൂടെ അവർക്കുള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു കുഞ്ഞു നോവ് ഉറവ് പൊട്ടും പോലെ തോന്നി. എപ്പോഴാ വന്നേ? ഒരുപാട് നേരമായോ? ദേവിൻ്റെ അമ്മ ചോദിച്ചു. ഇല്ല, ദാ ഇപ്പോൾ വന്നതേ ഉള്ളമ്മേ, ഭൂമി പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ രണ്ടാളും? ഭൂമിയുടെ കയ്യിലും നെറുകയിലുമൊക്കെ തലോടിക്കൊണ്ടുള്ള ദേവിൻ്റെ അമ്മയുടെ ചോദ്യം കേൾക്കെ കാർത്തി അവരെ സൂക്ഷ്മമായി ഒന്ന് നോക്കി. അമ്പലത്തിൽ വെച്ച് മാത്രം കണ്ട് പരിചയമുള്ള ഒരാളോട് സംസാരിക്കുന്ന പോലെയൊന്നും ആയിരുന്നില്ല ദേവിൻ്റെ അമ്മയ്ക്ക് ഭൂമിയോടുള്ള പെരുമാറ്റവും സംസാരവും ഒക്കെ. അപ്പോഴേക്കും അവർക്ക് വേണ്ടിയുള്ള ചായ എടുക്കാൻ അടുക്കളയിലേക്ക് പോയിരുന്നു ദേവ്. ദേവ് ചായയുമായി വരുമ്പോൾ ഭൂമി അവൻ്റെ അമ്മയോട് കാര്യമായി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് അന്നത്തെ ആ സാരി ഇഷ്ടമായിരുന്നോ? ഭൂമി ചോദിച്ചതും അവൻ ഓർത്തെടുത്തു ആ സമയം കൊണ്ട് പിറന്നാളിന് ദേവ് അവർക്ക് സമ്മാനമായി നൽകിയ സാരി. അതവരോട് പറയുകയും ചെയ്തിരുന്നു. ഒപ്പം ഭൂമിയാണ് സെലക്ട് ചെയ്തതെന്നും അവൻ അവരെ അറിയിച്ചിരുന്നു. നല്ല ഇഷ്ടമായി മോളെ. ഇവൻ പറഞ്ഞിരുന്നു എന്നോട് മോളാണ് സാരി സെലക്ട് ചെയ്തതെന്ന്. കാർത്തി അതൊക്കെ ഒരു വല്ലായ്മയോടെ കേട്ടിരുന്നു. കാർത്തി എന്തൊക്കെയോ ആലോചനയോടെ ഇരിക്കുന്നത് കണ്ടതും ദേവ് അവൻ്റെ അടുത്തേക്ക് വന്നു. കാർത്തി ദേവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ദേവ് അതേ പുഞ്ചിരിയോടെ ഭൂമിയെ നോക്കുന്ന ഓരോ നോട്ടത്തിലും കാർത്തിക്കിനും വല്ലാത്തൊരു തരം അസ്വസ്ഥത തോന്നി. ഒരു സാറിന് ഒരു സ്റ്റുഡൻറ്റിനോട് തോന്നുന്ന ഇഷ്ടമായിരുന്നില്ല ദേവന് ഭൂമിയോടെന്ന് കാർത്തിക്കിന് തോന്നി. അവൻ്റെ അമ്മയുടെ സംസാരത്തിൽ നിന്ന് അത് കാർത്തിക്ക് വ്യക്തമാകുകയും ചെയ്തു. തുടരും.